അതിൽ ഈ ഓർത്ത് വെക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. ഈ മഹാനിലെ ധ്രുവ്, അതുപോലെ ഈ ധനുഷിൻ്റെ ക്യാരക്ടർ, ഈ വിജയ് സേതുപതിയിലെ വിജയ് സേതുപതിയുടെ കൂടെയുള്ള പോലീസുകാരൻ, പിന്നെ വന്നിട്ട് നായ്സേകർ, അങ്ങനെ കുറച്ച് സിനിമകൾ. അത് മാത്രമാണ് മനസ്സിൽ നിൽക്കുന്നത്. ഡബിങ് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ്. ഏതൊരു കാര്യത്തിനും പ്രാക്ടീസാണ് വേണ്ടത്. കോഴ്സിന് പോയിട്ട് ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു, മോർണിംഗ് ഈവനിങ് ബാച്ചായിട്ട്. ഈ 15 പേരിൽ ഇന്ന് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഇൻകം മേടിക്കുന്ന 2 പേരേ ഉള്ളൂ. അതിൽ ഒരാൾ ഞാനാണ്. മനോരമയിൽ പോകുന്നുണ്ട് സീരിയൽ, ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അതിൽ ലീഡിങ് ക്യാരക്ടർ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു സീരിയലിൽ ഒന്നാണ്. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സീരിയലാണ്. എത്ര സിനിമയോളം ഡബ് ചെയ്തിട്ടുണ്ട്? ഡബ് സിനിമ കുറേ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കണക്കെടുത്ത് വെച്ചിട്ടില്ല. കാരണം ഈ കുഞ്ഞു കുഞ്ഞു സിനിമകൾ മുതൽ ഞാൻ ചോദിക്കുന്നത് ഈ മെയിൻ ആയിട്ടുള്ള ലീഡ് വന്നേക്കുന്ന ഒരു ഇതര ഭാഷാ സിനിമകൾ ഓൾമോസ്റ്റ് ഒരു 50 മേളിൽ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ യൂട്യൂബ് സിനിമകൾ മുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ യൂട്യൂബ് സിനിമകളായിരുന്നു, ഈ കുഞ്ഞു കുഞ്ഞു സിനിമകൾ. പിന്നെ ചാനലുകൾക്ക് വേണ്ടി, പിന്നെ ഈ പറഞ്ഞ തിയേറ്ററുകൾക്ക് വേണ്ടി, അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഈ ഓർത്ത് വെക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. ഈ മഹാനിലെ ധ്രുവ്, അതുപോലെ ഈ ധനുഷിൻ്റെ ക്യാരക്ടർ, ഈ വിജയ് സേതുപതിയിലെ വിജയ് സേതുപതിയുടെ കൂടെയുള്ള പോലീസുകാരൻ, പിന്നെ വന്നിട്ട് നായ്സേകർ, അങ്ങനെ കുറച്ച് സിനിമകൾ. അത് മാത്രമാണ് മനസ്സിൽ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞെങ്കിൽ വിജയ് സേതുപതിയുടെ ഡയലോഗ് ഓർമ്മയുണ്ടെങ്കിൽ? വിജയ് സേതുപതിയുടെ ഡയലോഗ് ആ പോലീസുകാരൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. സത്യം ഞാൻ പറഞ്ഞില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്ത് ഡയലോഗ് പഠിച്ചാണ് പറയുന്നത്, പക്ഷേ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് അതങ്ങ് പോവാണ്. പിന്നെ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പൊ ഈ പറയുന്ന അതേക്കുറിച്ച് ആലോചിക്കേണ്ട അവസരം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് ഇത്രയും ടേക്ക് പോയതുകൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും മനസ്സിലിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കാണുന്നവരൊക്കെ എന്നോട് ആ ഡയലോഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ നിൽക്കും. നേരത്തെ പറഞ്ഞല്ലോ ഡബിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു 3 മാസം പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ചോദ്യം, ഇനി വരാൻ പോകുന്ന കുറെ ഡബിങ് ആർട്ടിസ്റ്റുകളും ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പം ഡബിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിന് ഒരു കോഴ്സിന്റെ ആവശ്യമുണ്ടോ? കോഴ്സിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ. കാരണം ഡബിങ് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ്. ഏതൊരു കാര്യത്തിനും പ്രാക്ടീസാണ് വേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കോഴ്സിന് പോകുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ മോഡുലേഷൻ എന്താണ്, വോയിസ് മോഡുലേഷൻ എന്താണ് ലിപ്സിങ്ക്. ഞാൻ ഡബിങ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്താണ് ലിപ്സിങ്ക് എന്ന് എനിക്ക് അറിയില്ല. ലിപ്സിങ്ക് കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇനി എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഡിഫക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഏതൊരു സാധനം അപ്ഡേഷൻ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. എന്ത് കാര്യമാണെങ്കിലും, അതിപ്പോൾ ഒരു ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വാർത്തയാണെങ്കിലും ഞാൻ അറിയുന്നത് ഇതിന്റെയൊക്കെ എരിവും പുളിയൊക്കെ കഴിഞ്ഞായിരിക്കും ഞാൻ അറിയുന്നത്. അപ്ഡേഷൻ കിട്ടുമ്പോൾ എനിക്ക് ലേറ്റ് ആവും, അതാ സംഭവം. അപ്പൊ ഈ ലിപ്സിങ്ക് എന്താണെന്നൊക്കെ എനിക്ക് വാക്കുകൾ കേട്ടിട്ടുണ്ട്, അതറിയാം. പക്ഷെ എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഡബിങ് പഠിക്കാൻ പോലുള്ള മറ്റൊരു ഗുണം, നമുക്ക് കുറച്ച് കോൺടാക്ട്സ് കിട്ടും. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ കോൺടാക്ട്സ് കിട്ടും. അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഡബിങ് പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് വെച്ചാൽ ഡബിങ് പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര്. ഇപ്പം SPB സാറ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു, രവീന്ദ്രൻ മാഷ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇവരൊന്നും ഡബിങ് പഠിച്ച ആൾക്കാരല്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് ഡബിങ് പഠിക്കാത്ത ആൾക്കാർ. ഇപ്പോൾ ശോഭിച്ചേട്ടൻ ഡബിങ് പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന കുറേയധികം ആൾക്കാർ ഡബിങ് പഠിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം ലെജൻസ് ആണ്. ഡബിങ് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇനിയും കടന്നു വന്നേക്കാം. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ചോദിക്കുക, ഇതിനകത്തോട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിന്നാൽ പ്രോപ്പർ ഇൻകം കിട്ടുമോ? കൺസിസ്റ്റൻസി ആയിട്ട് നിന്നാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ പറയും. അതേസമയം പലർക്കും അത് കഴിയാറില്ല. എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോഴ്സ് ചെയ്ത കാര്യം പറഞ്ഞു. ഈ കോഴ്സിന് പോയിട്ട് ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു, മോർണിംഗ് ഈവനിങ് ബാച്ചായിട്ട്. ഈ 15 പേരിൽ ഇന്ന് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഇൻകം മേടിക്കുന്ന 2 പേരേ ഉള്ളൂ. അതിൽ ഒരാൾ ഞാനാണ്. ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ മറ്റൊരു ജോലിയും കൂടെ ഉണ്ട്, പാർട്ട് ടൈം ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ജോലിക്കൊപ്പമാണ് കൊണ്ടുപോകുന്നത്. പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല, അവൻ വിളിക്കുന്ന വർക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഞാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈമർ ആവരുത്. ഈ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കോമ്പറ്റീഷനാണ്. ഒരു ദിവസം പണ്ട് പറയാറുണ്ട്, ഈ എഞ്ചിനീയേഴ്സിന് മറ്റേ കല്ലെടുത്ത് പറഞ്ഞാൽ എഞ്ചിനീയറുടെ തലയിലായിരിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിരവധി ആൾക്കാർ ഡബിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡബിങ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ചാൻസസ് കൂടുതലാണ്. അതിപ്പം വെബ് സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡബ് സിനിമകളായിക്കോട്ടെ, ഡബ് സീരീസ് ആയിക്കോട്ടെ, ഈ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഡബിങ് ആർട്ടിസ്റ്റിന് വേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. സിനിമകൾക്കാണ്
ഈ സ്ട്രേറ്റ് മൂവീസാണ് ഡബിങ് കുറവ് വരുന്നത്, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലധികം ആർട്ടിസ്റ്റുകളും ഉണ്ട്. കോമ്പറ്റീഷൻ ഹെവിയാണ്. സ്ഥിരമായിട്ട് പോകുന്ന വോയിസിൽ പലതും ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. പുതിയ വോയിസുള്ള ആൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം ആയിട്ട് ഇവർക്ക് ചിലപ്പം സർവൈവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റിയ പണിയല്ല എന്നും പറഞ്ഞിട്ട് ഇവർ അവരുടെ മേഖലയിലേക്ക് പോകും. അപ്പം അങ്ങനെ സർവൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ നിന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്കിവിടെ നിന്നേ പറ്റൂ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിന്നേ പറ്റൂ. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊക്കെ വർക്കുകൾ ചെയ്ത് പോകാൻ പറ്റുന്നത്. അനീഷ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഹാപ്പിയാണോ? ഓഫ് കോഴ്സ്, കംപ്ലീറ്റ്ലി. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഹാപ്പിനെസ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ കോഫി ഹൗസിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാവിലെ 7 മണിക്ക് ജോലിക്ക് കയറാം, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങാം, അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് വേണ്ടി കയറി രാത്രി 10 മണിക്ക് ഇറങ്ങാം. കിട്ടുന്ന സാലറി മുഴുവൻ നമുക്ക് സേവിങ്സ് ആണ്, 1 രൂപ ചിലവില്ല. എന്നിട്ടാണ് ഞാനത് റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നത്. എൻ്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഇവൻ അഹങ്കാരിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അന്ന് ഒറ്റത്തടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ചിലവില്ല, ഈ എമൗണ്ട് ഫുള്ള് സേവിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് ആ ജോലി ഞാൻ റിസൈൻ ചെയ്തത്. വലിയ ജോലി ഭാരം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതാണ്. അതുകൊണ്ട് അത് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ജോയിൻ ചെയ്ത് ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇപ്പം പെട്ടെന്ന് ഈ വീട്ടുകാർ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് അനീഷിന്റെ വീടും നാടും വീട്ടുകാരും ഒക്കെ ഒന്നും ഞാൻ ചോദിച്ചില്ല. എന്താണ്, എവിടെയാണ് നാട്? എൻ്റെ സ്വദേശം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മരുതൻകുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വീട്ടിൽ അമ്മ, അനിയൻ, ഞങ്ങൾ 3 പേരാണുള്ളത്. കൂടുതലും അനീഷ് ചെയ്തേക്കുന്നത് സീരിയൽസ് ആണല്ലോ. ഇപ്പൊ ചെയ്യുന്നത് സീരിയൽസ് ആണ്. അപ്പൊ ഈ സീരിയൽ ചെയ്യുന്നതിനകത്ത് ഒരു കാറ്റഗറൈസേഷൻ എനിക്ക് തോന്നുന്നില്ല. നോർമൽ സീരിയലും പിന്നെ പുരാണ സീരിയലുകളും ചെയ്യുന്നുണ്ട് അല്ലേ? രാമനും സീതയും ചെയ്യുന്നുണ്ടല്ലോ. രാമായണം അതിനകത്ത് മെയിനായിട്ട് രാമനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊരു വ്യത്യാസം എന്താണ്? അനീഷിന് ഭയങ്കര ടഫായിട്ടാണോ ഫീൽ ചെയ്തിട്ടുള്ളത്? ഇല്ല, ഏതൊരു ജോലിക്കും നമുക്ക് അതിൻ്റെ ടഫ്നെസ് ഉണ്ടാവും. പക്ഷേ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ രാമായണമാണെങ്കിലും ഏത് സീരിയലാണെങ്കിലും നമുക്ക് അതിനുള്ള താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെ ടഫായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടോ തോന്നാറില്ല. പക്ഷേ ഈ തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണം എന്ന് പറയുമ്പോൾ പുരാണമാണ്, അച്ചടി ഭാഷയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റ് റണ്ടറിങ് ആണ്. അപ്പോൾ ഈ തരുന്ന സ്ക്രിപ്റ്റ് സ്ലോ ആയിട്ട് ഈ ലിപ്പ് സിങ്ക് ചെയ്യണമല്ലോ, ഹിന്ദിയാണ് ഒറിജിനൽ വേർഷൻ. അപ്പോൾ അതിൽ രാമൻ എന്ന് പറയുന്നത് വളരെ സൗമ്യനായിട്ട്, പ്രത്യേകിച്ച് രാമൻ സൗമ്യനാണ്. അധികം ഈ വലിച്ചു വാരി ചാടി കയറി അങ്ങനെ സംസാരിക്കത്തില്ല. ഭയങ്കര ഭവ്യമായിട്ടേ സംസാരിക്കത്തുള്ളൂ. എനിക്കില്ലാത്ത സാധനം അതാണ്, ഈ പറഞ്ഞ ഭവ്യത. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാമായണം ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം, ഈ ക്ലാരിറ്റി അതും കുറേയധികം ടേക്കുകൾ പോകാറുണ്ട്. പല സമയങ്ങളിലും ചില വാക്കുകൾ ചിലപ്പോൾ നാവിൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട്. മറ്റ് സീരിയലുകളിൽ ആ പ്രശ്നം അങ്ങനെ ഒരുപാട് വരാറില്ല. കാരണം നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. മറ്റ് കഥാപാത്രങ്ങളാണെങ്കിൽ പോലും പുരാണം, ഈ ക്ലാരിറ്റി വേണമെങ്കിൽ പോലും പുരാണം പോലെ വേണ്ടി വരില്ല. അതാണ് ഞാൻ കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രാമന്റെ ഡയലോഗ് ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒരു രാമന്റെ ഡയലോഗ് ആയാലോ, അത് കാണുന്ന ഒരുപാട് ആരാധകരുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സീത എവിടെയായിരുന്നാലും ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷ്മണ. ഇരു മനസ്സാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പലപ്പോഴും നമുക്ക് അതറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ്. ഞാൻ കണ്ണടച്ചിരുന്ന് കേൾക്കുമായിരുന്നേ, ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന അനീഷിന്റെ ഒരു വോയിസ് മാറ്റം. അതെ, എല്ലാരും പറയുന്ന പോലെ ഭവ്യത. ഇതാണ് ആ പോകുന്ന, ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത് പോകുന്നത്. ആ വിഷ്വൽ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ അടുത്തിടയ്ക്ക് റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, കണ്ണന്റെ രാധ എന്ന് പറയുന്ന സമയത്ത്. കണ്ണന്റെ രാധ വൃന്ദാവനം കണ്ടുപിടിച്ചത് ഞാനാണ് രാധേ എന്നൊക്കെ പറയുന്നത് ഇല്ലേ? അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇപ്പം രാമായണത്തിൻ്റെതും വലിയ വൈറൽ എന്നുള്ളൊരു രീതിയിലേക്കൊന്നും കയറുന്നില്ല. അതിന് കാരണമാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഈ ചാനലിൽ മാത്രമാണ് ആൾക്കാർ കാണാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ തന്നെ ഈ പ്രമോയുടെ കട്ടെടുത്ത് ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോപ്പറേറ്റ് അടിക്കും. നമുക്ക് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് സ്റ്റോറി ഇടാം, അതല്ലാണ്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവരുടെ കോപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി.
അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോലും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ പറയുന്ന ഡയലോഗ് അല്ലാണ്ട് വിഷ്വൽസ് മാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പീസ് മാത്രം വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പലപ്പോഴും ആ ഡയലോഗ്സ് അധികം ആർക്കും അതിലേക്ക് എത്താത്തത്. പക്ഷേ ഇപ്പോഴും അത് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, എത്തിക്കാൻ പറ്റില്ല. ചാനൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചാനൽ ചെയ്യാനുള്ള റൈറ്റും ഇല്ല, അതാണ് പ്രശ്നം. ശരിക്കും രാമായണത്തിലേക്ക് വരാൻ ഞാൻ വരുന്നൊരു വഴിയും കൂടി ഉണ്ട്. അത് ഭയങ്കര ഒരു ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് രാമായണത്തിലേക്ക് വരുന്നത്. അതായത് ഈ രാമായണം സീരിയൽ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് സജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ്. സജിത്ത് ദേവദാസ് എന്ന് പറഞ്ഞിട്ട് ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം കൊച്ചിക്കാരനാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ വർക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ സൈത്തേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശരിക്കും കൊച്ചിയിൽ സെറ്റിൽ ആവാൻ കാരണം സൈത്തേട്ടനാണ്. അതെങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വർക്ക് ചോദിച്ചു വന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്ക്, നീ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ വന്നാൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, സീരിയൽസ് ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഞാൻ ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡയറക്ടറെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ഇവിടെ വൈറ്റിലെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എനിക്ക് കൊച്ചിയിൽ സെറ്റിൽ ചെയ്യണം, അപ്പോൾ എനിക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണം. പുള്ളി പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു, ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു റൂം എനിക്കൊന്ന് തന്നു. ആദ്യമൊക്കെ ഒരു 6 മാസത്തോളം റെൻ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വർക്കൊക്കെ ഒന്ന് സെറ്റായിട്ട് മതി റെൻറ്റ്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും അവിടെയാണ് ഞാൻ എൻ്റെ കൊച്ചിയിലെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈത്തേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് ഇന്നും അദ്ദേഹം പാലിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട് കേട്ടോ, അതുകൊണ്ട് പറയാം, വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് എന്നാൽ പോലും വർക്കിൻ്റെ കാര്യത്തിൽ അതൊന്നും ഒരു ബാധകമേ അല്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നും പാലിക്കുന്നുണ്ട്. ഇപ്പോൾ രാമായണത്തിൻ്റെ വർക്ക് വന്നപ്പോൾ വോയിസസിന് വേണ്ടി എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ ഈ വോയിസസിന് അയച്ചപ്പോൾ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്തത്. ടെസ്റ്റ് വോയിസ് എടുത്ത് അയച്ചു കൊടുത്തത്. കുറേ നാൾ കഴിഞ്ഞു എനിക്കൊരു ദിവസം മെസ്സേജ് വരുന്നു, യു ആർ സെലക്ടഡ് ഫോർ ദിസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്. അടിപൊളി. ശരിക്കും ഞാൻ വണ്ടറായിപ്പോയി. അത് രാമൻ്റെ വോയിസ്, അതെ, ഭയങ്കര ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെയാണ് ഞാൻ ആ രാമായണത്തിലേക്ക് വരുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ബ്ലെസ്സിങ് തന്നെയാണ്. അനീഷിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ദേവ് ടോക്സ്. അപ്പോൾ അതിലേക്ക് കൂടുതലും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണമാണ്. അതായത് അടി ഇങ്ങോട്ട് താഴെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള ഈ ഒരു കണ്ടന്റൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെരുവിളികൾ, അടി, ഭീഷണി ഇതൊക്കെ വരാറുണ്ടോ? ദൈവ സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. പിന്നെ വന്നു എന്ന് പറഞ്ഞാൽ വഴക്കുകൾ, ഐ മീൻ നിനക്ക് ഒരു പണിയില്ലെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഒരു സീരിയലിൽ ഒരു നായിക മാറിയപ്പോൾ ഞാൻ ആ നായികനെ സപ്പോർട്ട് ചെയ്തിട്ട്, അവരെ വെറുതെ തെറി പറഞ്ഞു മാറിയ ആളെ സപ്പോർട്ട് ചെയ്തിട്ട്, ഐ മീൻ തിരിച്ച് പകരം വന്ന ആളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വെറുതെ അവരെ ചീത്ത പറയുന്നത്? തീരുമാനം എടുക്കുന്നത് അവരല്ലല്ലോ. ഒന്നുകിൽ ചാനൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ടീമായിരിക്കും തീരുമാനം എടുക്കുന്ന ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്യുന്നത്. വെറുതെ ഈ നായികനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പ്രേക്ഷകർ ഉറപ്പായിട്ട് പ്രതികരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറച്ച് കമന്റുകൾ, താൻ എന്താ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടോ, എൻ്റെ അമ്മാവൻ്റെ മോളാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വന്നു. അതല്ലാണ്ട് തെറി അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ വ്യക്തിഹത്യ ചെയ്യാറില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവരെന്തെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അല്ലാണ്ട് അവരുടെ ഫാമിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ എടുത്ത് സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ കണ്ടന്റ് മാത്രമേ എടുക്കാറുള്ളൂ. അതിലുപരി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അതുകൊണ്ട് തെറികൾ ഇതുവരെ അനാവശ്യമായിട്ട് വന്നിട്ടില്ല. ജീവിക്കാനായിട്ട് ക്യാഷ് അല്ലെങ്കിൽ പൈസ, പണം എത്രത്തോളം വേണം അല്ലെങ്കിൽ അതിനെത്ര മൂല്യം അനീഷ് കൽപ്പിക്കുന്നുണ്ട്? ജീവിക്കാൻ കാശ് അത്യാവശ്യമാണ്. ജീവിക്കുന്നതിലുപരി നമ്മളെ ഒരാൾ വാല്യൂ തരണമെങ്കിൽ അതിന് മണി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ കാശിന് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്. നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. ഈ സന്തോഷം തരുന്നത് കാശ് മാത്രമല്ല. ജീവിക്കാൻ കാശ് വേണം, ഒരു വാല്യൂ കിട്ടാൻ കാശ് വേണം. പക്ഷെ നമുക്ക് സന്തോഷം കിട്ടാൻ കാശ് മാത്രം പോരാ. ഞാൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു വലിയൊരു കെട്ട് കാശ് ഫ്രണ്ട് വെക്കുകയാണ്, പക്ഷെ നിങ്ങൾ തൊടാൻ പാടില്ലെന്ന് പറയുകയാണ്. ആ കാശ് കൊണ്ട് യാതൊരു ഗുണമില്ല നമുക്ക്, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ദ്വീപിൽ കൊണ്ട് നിർത്തിയിട്ട് ലക്ഷങ്ങൾ തന്നിട്ട് പോവുകയാണ്. വേറെ ബോട്ടോ കാര്യങ്ങളോ ആ ദ്വീപിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമുണ്ട്, ചുറ്റുപാട് മനുഷ്യരില്ല, ഈ കാശുണ്ട്, നമുക്ക് ആ കാശുകൊണ്ട് ഗുണമില്ല. അപ്പോൾ കാശിന് ശരിക്കും ഒരു കടലാസിൻ്റെ വാല്യൂ പോലും ഉണ്ടാകുന്ന അവസരങ്ങളുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. അത് പറയുവാണെങ്കിൽ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫിലിം അവാർഡിന് പോയ സമയത്ത്, ടെലിവിഷൻ അവാർഡ് പോയ സമയത്ത് രാത്രി ഞാൻ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് സ്റ്റേ ചെയ്യാൻ, ഞാനന്ന് കൊച്ചിയിലാണ്, ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്യണം, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് റൂം എടുക്കണം. എൻ്റെ കയ്യിൽ കാശില്ല, എന്നാൽ അക്കൗണ്ടിൽ കാശുണ്ട്.
ഞാൻ 4 ATM കയറി, 4 കാശില്ല. ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള കാര്യം പറയുന്നത്. 4 കാശില്ല. ഞാൻ ഈ റൂമിൽ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് അഡ്വാൻസ് എന്നാലേ റൂം തരത്തുള്ളൂ. അവസാനം രാത്രി 2 മണി സമയമാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തൊരവസ്ഥ. ഈസ്റ്റ് ഫോർട്ടിൽ പത്മനാഭ തിയേറ്റർ ഉണ്ടല്ലോ, അല്ല ശ്രീകുമാർ തിയേറ്റർ, അതിൻ്റെ ഇപ്പുറത്ത് അങ്ങോട്ട് തിയേറ്റർ ഉണ്ട് അവിടെ. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ആളുകൾ 100 രൂപയാണ്. കാശില്ലെന്ന് പറയാൻ 100 രൂപയുണ്ട്. എനിക്ക് സോപ്പ് മേടിക്കണം, ഒരു ടൗൽ മേടിക്കണം, ഇതൊക്കെ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ടൗൽ മേടിച്ചു 30 രൂപ, സോപ്പ് മേടിച്ചു 20 രൂപ, 50 രൂപ കഴിഞ്ഞു, ബാക്കി 50 രൂപ. ഈ 50 രൂപയും കൂടി ഞാൻ ഹോട്ടലിൽ കയറി. ഞാൻ പറയും എനിക്ക് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഇതാണ്, ഈ 50 രൂപയ്ക്ക് എനിക്ക് എന്താണ് കഴിക്കാൻ കിട്ടുന്നത് തരാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഒരു ആൻറ്റി ആയിരുന്നു. ആ ആൻറ്റി അകത്ത് പോയിട്ട് 3 ചപ്പാത്തി, ഒരു ചിക്കൻ കറി. അന്നത്തെ വില ഏകദേശം ഒരു 150 രൂപ വരും. ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കി ഇല്ല മോനെ, മുൻകൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞു പോയ നിമിഷങ്ങളാണ് അതൊക്കെ. കാരണം പൈസ ഉണ്ടായിട്ട് പോലും, അക്കൗണ്ടിൽ കാശ് ഉണ്ടായിട്ട് പോലും അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൈസയ്ക്ക് പലപ്പോഴും പേപ്പറിന്റെ വാല്യൂ പോലും ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ അനീഷിന് ആരാണ്? സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. റോൾ മോഡൽ നേരത്തെ പറഞ്ഞ ശരത്ത് എൻ്റെ റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവൻ്റെ ശരിക്കും പല കാര്യങ്ങളും ഞാൻ അവനിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ എടുക്കും. കാര്യം വേറെ ഒന്നുമല്ല, എൻ്റെ ക്യാരക്ടർ വളരെ മോശമാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ ചിരിക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ ചിരിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇന്നലെയും എന്നോട് ഒരാൾ സംസാരിച്ചപ്പോൾ ഇതേ കാര്യം പറഞ്ഞു. ഞാൻ പറയും എന്നെ അറിയുന്നവർ ഞാൻ അറിഞ്ഞാൽ പോരെ, അറിയാത്തവരുടെ മുമ്പിൽ ഞാൻ എന്തിനാ എന്നെ അറിയിക്കാൻ പോകുന്നത്, എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നേച്ചർ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എടുക്കാറുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ, വർക്കുകളൊക്കെ സീരിയൽസ് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊച്ചിയിലോട്ട് നിൽക്കേണ്ടി വരും. അപ്പം ഇപ്പം ഞാൻ അത് ചിന്തിക്കുന്നില്ല, സീരിയൽ തന്നെയാണ് ചെയ്ത് പോകുന്നത്. ഇപ്പം മനോരമയിൽ പോകുന്നുണ്ട് സീരിയൽ, ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അതിൽ ലീഡിങ് ക്യാരക്ടറാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സീരിയലിൽ ഒന്നാണ്. കാരണം അമ്മ മകൻ റിലേഷനാണ്. അതിലുപരി ഞാൻ ഫാമിലി പേഴ്സൺ ആണല്ലേ. ഓൾമോസ്റ്റ് ഞാൻ സീൻ കണ്ടിട്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സീരിയലാണത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ക്യാരക്ടർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സിറ്റുവേഷൻ. ശരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് മനോരമ റണ്ണിങ് ആണ്. അപ്പോൾ അത് പിന്നെ സൂര്യയിൽ സെയിം ആർട്ടിസ്റ്റ് തന്നെ സൂര്യയിൽ ഹൃദയം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞാനാണ് ചെയ്യുന്നത്. പിന്നെ കന്യാദാനം സൂര്യ ടി വി പോകുന്നുണ്ട്. പിന്നെ രാമായണം പോകുന്നു. കുറച്ച് സീരിയൽസ് ഇങ്ങനെ പോകുന്നുണ്ട്. മാംഗല്യം എന്ന് പറഞ്ഞ സീക്കേരളം പോകുന്നുണ്ട്. ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2 ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ, അതായത് 2025 ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ, ഒരുപാട് സിനിമകൾ ചെയ്യാൻ അവസരം വരട്ടെ. അതായത് ജനഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദമാധുര്യം കൊണ്ട് നല്ലൊരു സ്ഥാനം ഉണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് അനീഷ്, ഇത്രയും നേരം ബോഹോയോട് കൂടി എന്നെ സഹിച്ചതിന് തീർച്ചയായും താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്.